മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ലോക ചരിത്രത്തിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവത്തിൻ്റെ സ്മരണ കൊണ്ടാടുന്ന ദിവസമാണ് ഇന്ന്. മരിച്ച് അടക്കപ്പെട്ടവനായ യേശു കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ ദിവസം, ലോകത്തിന് മഹത്തായ പ്രത്യാശ പകർന്നു കൊടുത്ത ദിവസം, തിന്മയുടെ മേൽ നന്മയ്ക്ക് അന്തിമമായ വിജയം ഉണ്ടെന്ന് തെളിയിച്ച ദിനം. സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് യേശുവിൻ്റെ ഉയർപ്പ്. ക്രിസ്തു സഭയുടെ നാഡീസ്പന്ദനം നിലനിൽക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ ഉള്ള വിശ്വാസമാണ്. ഉയർപ്പ് നൽകുന്ന സന്ദേശം എന്തെന്ന് ചിന്തിക്കാം. 1. പ്രതികൂല ബന്ധനങ്ങളെ യേശു തകർക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയ്ക്കൽ പോയ സ്ത്രീകൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. കല്ലറയുടെ വാതിക്കൽ ഉരുട്ടി വച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റാതെ അവർക്ക് യേശുവിൻ്റെ മൃതശരീരത്തിൽ സുഗന്ധവർഗം പൂശുവാൻ കഴിയില്ല. വേറൊരു പ്രശ്നം, കല്ലറ തുറക്കാതിരിപ്പാൻ കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തിയിട്ടും ഉണ്ട്. മത്തായി 27:66. അങ്ങനെയെങ്കിൽ കല്ലറവാതിൽ എങ്ങനെ തുറക്കും? ഇതവരെ അലട്ടിയ വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ കല്ലറയ്ക്കൽ എത്തിയ സ്ത്രീകൾ കാണുന്നത് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. മത്തായി സുവിശേഷകൻ പറയുന്നത്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. മത്തായി 28:2 വാഗ്ദത്ത നാടായ കനാനിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ മക്കളുടെ മുൻപിലും പിൻപിലും തടസ്സമായി ചെങ്കടലും ഫറവോൻ്റെ സൈന്യവും. ഭയപ്പെട്ട ജനത്തോട് മോശ പറയുന്നത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:13-14 പ്രതികൂലങ്ങളുടെ മുൻപിൽ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് ഭയപ്പെടേണ്ട. കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് രക്ഷിപ്പാനായി നമ്മോട് കൂടെയുണ്ട്. നമുക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും ഇല്ലാതാക്കി നമ്മെ മുൻപോട്ട് നയിക്കുന്നവനാണ് നമ്മളുടെ കർത്താവ്. റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ച് ഉറപ്പിച്ച വലിയ കല്ലിനെയും ഉരുട്ടി മാറ്റിയവനാണ് നമ്മളുടെ കർത്താവ്. അതുകൊണ്ട് വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളെയും കർത്താവ് ഇല്ലാതാക്കും. 2. തന്നെ അന്വേഷിക്കുന്നവരെ യേശു തൃപ്തിപ്പെടുത്തുന്നു. അതിരാവിലെ കല്ലറയ്ക്കൽ വന്ന സ്ത്രീകളുടെ മുൻപിൽ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. 1-ാമത്തെ തടസ്സം, കല്ലറയ്ക്കൽ കാവൽ നിന്ന റോമ ഗവൺമെൻറ്റിൻ്റെ പടയാളികളാണ്. കർത്താവിൻ്റെ ശരീരം ആരും മോഷ്ടിക്കാതിരിപ്പാൻ പീലാത്തോസ് നിർത്തിയിരിക്കുന്ന കാവൽക്കാരാണ് അവർ. മത്തായി 27:62-66 അവർ കല്ലറയിലേക്ക് പോകുന്നത് രാവിലെ ഇരുട്ടുള്ള സമയത്താണ്. യോഹന്നാൻ 20:1. ഇരുട്ട് അവരുടെ മുമ്പിൽ 2-ാമത്തെ തടസ്സമായിരുന്നു. 3-ാമത്തെ തടസ്സം, കല്ലറവാതിക്കൽ ഉരുട്ടി വച്ചിരിക്കുന്ന കല്ലാണ്. അവരുടെ മുമ്പിൽ വരുന്ന ഈ തടസ്സങ്ങളൊന്നും തന്നെ യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം ഇടണം എന്ന ആഗ്രഹത്തിന് തടസ്സമായിരുന്നില്ല. അവർ രാവിലെ തന്നെ കല്ലറയ്ക്കൽ എത്തി. അവർക്ക് യേശുവിൻ്റെ ശരീരം അവിടെ കാണുവാൻ സാധിച്ചില്ല. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വാർത്ത ആദ്യം കേട്ടത് ഈ സ്ത്രീകളാണ്. അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനെ വെച്ച സ്ഥലം ഇതാ. മർക്കോസ് 16:6 പ്രതിസന്ധികൾ വകവയ്ക്കാതെ യേശുവിനെ അന്വേഷിക്കുന്ന ഇവർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വാർത്ത കേട്ട് സന്തോഷിക്കുന്നു. അതെ, തന്നെ അന്വേഷിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മളുടെ കർത്താവ്. 3. ആത്മാർത്ഥതയോടെ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് ഉയർപ്പിൻ്റെ ദർശനം ലഭിക്കുന്നു. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ കാണാതെ വന്നപ്പോൾ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. യോഹന്നാൻ 20:11 യേശുവിനുള്ള സ്നേഹനിമിത്തം കല്ലറ വിട്ടുപോകുവാൻ അവൾക്ക് മനസ്സ് വന്നില്ല. മാത്രമല്ല, അവിടെ കണ്ട ബാല്യക്കാരനോട് പറയുന്നത്, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യോഹന്നാൻ 20:15 യേശുവിൻ്റെ ശരീരം കല്ലറയിൽ ഇല്ല എന്നറിഞ്ഞ് ഓടി വന്ന ശിഷ്യന്മാർ മടങ്ങിപ്പോയിട്ടും മറിയ അവിടെ നിന്നും പോകുവാൻ തയ്യാറായില്ല. യോഹന്നാൻ 20:10 അത്രമാത്രം അവൾ യേശുവിനെ സ്നേഹിച്ചിരുന്നു.
അവളുടെ അനവധിയായ പാപം യേശു മോചിച്ച് നൽകി എന്നതായിരുന്നു അവളുടെ സ്നേഹത്തിന് കാരണം. അവൾ യേശുവിനെ വിളിക്കുന്നത് എൻ്റെ കർത്താവേ എന്ന യോഹന്നാൻ 20:13. അത്രമാത്രം അവൾ യേശുവിനെ സ്നേഹിച്ചിരുന്നു. കല്ലറയുടെ അടുക്കൽ നിന്ന് അവൾ മടങ്ങിപ്പോകാതിരുന്നത് യേശുവിനോടുള്ള ആത്മാർത്ഥ സ്നേഹമായിരുന്നു. ഈ സ്നേഹമാണ് മറിയയെ ഉയർപ്പിൻ്റെ ഒന്നാമത്തെ സാക്ഷിയാക്കിയത്. യേശുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്. കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെയും അനുഭവത്തിൽ യേശുവിനെതിരായി നാം പിറുപിറുക്കാറില്ലേ? പലപ്പോഴും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ലേ നാം യേശുവിനെ സ്നേഹിക്കുന്നത്? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ സ്നേഹിക്കുമെന്ന് ആത്മാർത്ഥമായി പറയുവാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ മറിയയ്ക്ക് ലഭിച്ച ഉയർപ്പിൻ്റെ ദർശനം, ശിഷ്യന്മാർക്കും എല്ലാവർക്കും ഒടുവിൽ പൗലോസിന് ലഭിച്ച ഉയർപ്പിൻ്റെ ദർശനം നമുക്ക് ലഭിക്കും. കർത്താവേ, ആത്മാർത്ഥമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം എനിക്കും തരണമേ. ആമേൻ.